നമ്മുടെ മാർക്കറ്റിൽ പലതരത്തിലുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് അവൈലബിൾ ആണ് അല്ലേ. മിൽക്ക് ബേസ്ഡ്, പ്ലാന്റ് ബേസ്ഡ്, അനിമൽ ബേസ്ഡ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. അതിൽ തന്നെ വേ പ്രോട്ടീൻ, കസിൻ പ്രോട്ടീൻ, അങ്ങനെ എന്റെ ട്രാൻസിഷൻ ജേണിയുടെ ആദ്യ കാലത്തൊന്നും എന്താണ് പ്രോട്ടീൻ പൗഡർ, ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്താണ്, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഒന്നും അറിയില്ലായിരുന്നു. അറിഞ്ഞു വന്നപ്പോൾ ഈ പ്രോട്ടീൻ പൗഡർ പുറത്ത് നല്ല എക്സ്പെൻസീവ് ആണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തൽക്കാലം ആ ആഗ്രഹം വേണ്ടാന്ന് വെച്ചു. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ വീട്ടിൽ തന്നെ പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കി തുടങ്ങി. എങ്ങനെയെന്നല്ലേ നോക്കാം. ആൽമണ്ട്, പിസ്താഷ്യോ, വാൾനട്ട്, മക്കാന, കാഷ്യൂനട്ട്, റോസ്റ്റഡ് ഗ്രാം അഥവാ പൊട്ടുകടല, റോൾഡ് ഓട്സ്, പിന്നെ മിക്സ്ഡ് സീഡ്സ്, ഇതിന്റെ എല്ലാം കറക്റ്റ് മെഷർമെന്റ് ഞാൻ താഴെ കൊടുക്കാം. മിക്സ്ഡ് സീഡ്സ് ഒഴികെ ബാക്കിയെല്ലാം സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. ലാസ്റ്റ് ഇവയെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് ലൈറ്റ് ആയിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. കൂട്ടത്തിൽ 2 ടേബിൾ സ്പൂൺ മിക്സ്ഡ് സീഡ്സും കൂടി ആഡ് ചെയ്യാം. ഈ റോസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് കുറച്ച് ടാസ്ക് ഉള്ളത്. ഇത് ഓരോന്നും സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്യുകയും വേണം. ഇത് കരിഞ്ഞു പോവാണ്ട് അതിന്റെ പ്യുവർ ആയിട്ടുള്ള കളർ മാറാണ്ട് ശ്രദ്ധിക്കുകയും വേണം. അതിന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. പൊടിച്ചെടുക്കാൻ പാകമായോ എന്നുള്ളത് ഇത് ഓരോന്നിങ്ങനെ പ്രസ് ചെയ്ത് നോക്കുക, അപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇത് ജാറിലിട്ട് ഓരോ ട്രിപ്പായിട്ട് പൊടിക്കാം. ഞാൻ ഫൈനായിട്ട് പൊടിക്കാറില്ല, കാര്യം ഇനി ഇത് ഷേക്ക് അടിക്കുമ്പോൾ വീണ്ടും ഇത് അരയേണ്ടതാണ്. ഇതുപോലൊരു ഗ്ലാസ്സിന്റെ ജാറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാട്ടോ. ഇനി പാലും പഴവും ചേർത്ത് മധുരത്തിന് 1-2 ഡേറ്റ്സ് ഇട്ട് അരച്ചെടുത്താൽ നമ്മുടെ പ്രോട്ടീൻ ഷേക്ക് റെഡി. ചെറിയൊരു ഫ്ലേവറിന് കൊക്കോ പൗഡറും ചേർക്കാട്ടോ. ഇത് ഞാൻ മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, എന്റെ ഹസ്ബൻഡിനും 2 വയസ്സായ എന്റെ മോൾക്കും കൊടുക്കാറുണ്ട് കേട്ടോ. എന്റെ മോൾക്ക് ഇതുവരെ ഹോർലിക്സ്, ബൂസ്റ്റ് പോലുള്ള ഫാൻസി പൗഡേഴ്സ് കൊടുത്തിട്ടില്ല. ഇത് തന്നെയാണ് കൊടുക്കുന്നത്. 6 മാസം മുകളിലെ കുട്ടികൾക്ക് മുതൽ എല്ലാവർക്കും ഇത് കുടിക്കാട്ടോ. അപ്പൊ എങ്ങനെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ.